ആവലാതി ഞാൻ പറഞ്ഞു ദൈവത്തോട് ആവലാതി പറയില്ലേ. പണ്ടൊക്കെ ഞാൻ പറയും ആവലാതി പറഞ്ഞോളെ. കുറച്ച് വചനമൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പം ഞാൻ ദൈവത്തോടൊന്ന് ആവലാതി, ദൈവമേ നന്ദി. ചുമ്മാ ഇരുന്ന് വാവിട്ട് കരഞ്ഞോണം ദൈവത്തിന് മുമ്പിൽ പോയിരുന്നത്. അല്ലെ പൊട്ടിച്ചിരിക്കണം, കൈ കൊട്ടി പൊട്ടി ചിരിക്കണമെന്നെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് ഒച്ചത്തി കരയണം. ഇതല്ലാതെ വാക്ക് പറയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കൈകൊട്ടിച്ചിരിക്കുന്നത്, അല്ലെ കൈ ഉയർത്തി വാവിട്ട് കരയുന്നത്, ഇതായിരിക്കണം പ്രാർത്ഥന. ഹല്ലേലൂയ. വട്ടാന്ന് പിടികിട്ടിയില്ല നിങ്ങൾക്ക്? പ്രാന്തൊന്നും പിടികിട്ടിയില്ലേ? ലോകത്തിന്റെ നിലയിൽ അത് പ്രാന്ത്, ദൈവത്തിന്റെ നിലയിൽ അത് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, നമ്മൾ ചോദിക്കും കർത്താവ് എത്ര നാളായി ഇത്? എത്ര നാളായി കല്യാണം കഴിഞ്ഞു, ഇത്രയും കൊല്ലമായി, ഇനിയും കാത്തിരിക്കാനാണ് പറയണേ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നു എന്നോട് വാങ്ങിച്ചാ കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ പോവാ. നമ്മൾ നിന്നോടാണ് പറഞ്ഞ അഡോപ്റ്റ് ചെയ്യാൻ. ഇപ്പം എടാ കൊച്ചെ, നിനക്ക് കുഞ്ഞുങ്ങളെ തരാൻ നിന്റെ ദൈവം തിരുമനസ്സായിട്ടുണ്ട്. നീ ദൈവത്തിന്റെ സ്പാർക്കുണ്ട് മക്കളെ. ദൈവം ഇങ്ങനെ തിരി കൊളുത്തുന്ന പോലെ വിളക്കലി എണ്ണയൊക്കെ ഉണ്ട്, തിരിയുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. തിരി ഒന്ന് കത്തിക്കണം. The spark of the Holy Spirit will lighten your life. Hallelujah. ദൈവത്തിന്റെ ഒരു സ്പാർക്ക് നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ധാരണയായത്. ദൈവങ്ങൾ നീ പ്രാർത്ഥിക്കുന്നു. പിന്നെ മക്കൾ ഓർത്തു എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ഉത്തരം കൂടിയാണ്. നിങ്ങൾ ചുമ്മാ ഉറക്കം തൂങ്ങിച്ചില്ലേ നന്മ നിറഞ്ഞ മകവേ പോലും സ്വർഗ്ഗത്തിലെത്തും. ഹല്ലേലൂയ. മക്കളെ പ്രാർത്ഥിക്കാവുന്നത്രേ പ്രാർത്ഥിച്ചോണം കേട്ടോ. പ്രാർത്ഥിക്കാവുന്നത്രേ പ്രാർത്ഥിച്ചോണം കേട്ടോ. നമ്മൾ സ്വർഗത്തിന്റെ വഴി കൂടെ നടക്കുക. സ്വർഗത്തിന്റെ ജീവിതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നത്രേ അച്ഛന്മാരും കന്യാസ്ത്രീകളും ദൈവമക്കളും പ്രാർത്ഥിക്കാത്തത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒത്തിരി വിനോദങ്ങളൊന്നും വേണ്ട മക്കളെ. ഉള്ള സിനിമയും കണ്ട് ഉള്ള സീരിയലും കണ്ട് ഇപ്പം അതൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. TV ഒന്നും അധികം ഇല്ലല്ലോ. ഇപ്പം മൊബൈൽ ഫോണൊക്കെ വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. സീരിയലൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതുകൊണ്ട് ഫോണിനകത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. എന്നെ പൊന്നുമകൾ ആ സമയത്ത് അത് മാറ്റി യേശുവേ ഞാൻ പറഞ്ഞു ചുമ്മാ ഇരുന്ന് സ്തുതിക്കുക കർത്താവിനെ. ദൈവത്തിൻ്റെ മുമ്പിലൊന്നും ഇരിക്കുക. കുറച്ചേരം വചനം എടുത്ത് ചൊച്ചത്തി വായിക്കുക. നിനക്ക് കാണാൻ വയ്യാത്ത ഒരു കയ്യ് നിന്റെ ജീവിതത്തിലുണ്ട്. നിനക്ക് കാണാൻ പറ്റാത്ത ഒരു കയ്യ്, ദൈവത്തിന്റെ കയ്യ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് നമ്മളിത് അറിയണം മക്കളെ. നമ്മൾ ഇത്തിരി കൂടെ നമുക്ക് വിട്ടുകൊടുത്തേ ഒരു പട്ടമെടുത്ത് കാറ്റിലൂടെ വളർത്തുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറക്കാനൊക്കെ ഒന്ന് അനുവദിച്ചേ. ഈ കെട്ടും ചരടും ഒക്കെ ഒന്ന് വിട്ടുകൊടുത്തേ. നമ്മുടെ പദ്ധതികളൊക്കെ ദൈവത്തിനൊന്ന് വിട്ടുകൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര നാൾ ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. പലരുടെയും വിചാരം അതല്ലേ ദൈവം രക്ഷിച്ചിട്ടില്ലെന്ന്. യു ആർ ഓൾറെഡി redeemed, യു ആർ ഓൾറെഡി saved, യു ആർ ഓൾറെഡി blessed. പറയുന്ന പിടി കിട്ടുന്നോ? വിശ്വസിക്കണോ കൂട്ടാ? ഇറ്റ് ഈസ് ഓൾറെഡി given. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സുഖപ്പെട്ട് കഴിഞ്ഞെന്ന്, യേശുവേ നീ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞെന്ന്, ആമേൻ, നിനക്ക് കൃപ കിട്ടി കഴിഞ്ഞെന്ന്. ഹല്ലേലൂയ. രാവിലെ ഒരു അമ്മ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇവരുടെ ഭർത്താവ് സ്കൂളിലെ സാധാരണ പ്യൂൺ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരും വണ്ടി ഇടിച്ച് മരിച്ചുപോയി. 2 മക്കളും ഈ അമ്മയും കൂടെ. ഉപ്പും മുളകും പോലും വാങ്ങിക്കാൻ പോകാൻ അറിയാത്തൊരു സ്ത്രീ. കാരണം അതുപോലത്തെ ഒരു മാലാഖ ഹസ്ബൻഡാണ് ഇയാൾ. ഖാനം വാങ്ങിച്ചു കൊടുക്കുന്നു, വീട്ടിലെ മുഴുവൻ കാര്യം നടത്തും, സ്കൂളിൻ്റെ കാര്യം മുഴുവൻ നടത്തും. ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരും ഒരു വണ്ടി മുട്ടി ആൾ പെട്ടെന്ന് മരിക്കുക. ഒന്നുമില്ല, വാടക വീട്ടിലെ താമസം. ദൈവമക്കളെ ഞാനിത് പറയുമ്പം അവരിന്ന് താമസിക്കുന്നത് ഒരു ബംഗ്ലാവിലാണ്. അവരുടെ മകള് ചാർട്ടേഡ് അക്കൗണ്ട് CA പാസ്സായി, അല്ല CPA പാസ്സായി ഇംഗ്ലണ്ടിൽ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മകൻ ഒരു പക്ഷേ ഈ സംഭവങ്ങൾ കൊണ്ടായിരിക്കാം അവന് ഒരു ചെറിയ ബുദ്ധിവൈകല്യമുള്ള കുട്ടിയെ പോലെയായിട്ട് തീർന്നു. അവന് +2 ഫുൾ A+ ഒക്കെ വാങ്ങിച്ച് അവനിപ്പോൾ എന്തോ വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്തില്ലല്ലേ? തകർന്നു കിടന്ന ഒരു കുടുംബം. ദൈവങ്ങളെ ഒരിക്കലും ഒരു പക്ഷേ ആ മനുഷ്യനുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും വന്നൊന്നും വരില്ല ആ കുടുംബത്തിൽ.
നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഗോഡ് ഈസ് വർക്കിംഗ്, ആവർത്തിച്ച് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. ദൈവം ഇടപെടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. ദൈവം എനിക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. എത്ര നാൾ ഞാൻ വിളിക്കുകയും എൻ്റെ ദുരന്തത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് കേൾക്കാതിരിക്കുകയും ചെയ്യും. ദൈവം കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നത്. ദൈവം കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ല എൻ്റെ പൊന്നുമക്കളെ. നമ്മുടെ കുർബാനയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പകുതി സമയത്ത് കുർബാനയ്ക്ക് കയറി വരത്തില്ല. ഈ കുർബാനയ്ക്ക്, ഈ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്ഭുതത്തെ പറ്റി, വിസ്മയത്തെ പറ്റി എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ദാഹത്തോടെ, വിശപ്പോടെ, തീഷ്ണതയോടെ ഞാൻ ആ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കും, വിശക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാവിലത്തെ കുർബാനയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്നാ സംഭവിച്ചതൊന്നും എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല, ആ കുർബാനയെ കൂടിയ 90% പേരും ഒച്ചത്തിൽ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആവേശത്തോടെയുള്ളൊരു കുർബാനയായിരുന്നു രാവിലെ 6 വലിയ കുർബാന. ദൈവങ്ങളെ, ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ഇടപെടലുണ്ട് മക്കളെ, പൊന്നു മക്കളെ, ജീവിതത്തിൽ ഓരോ നിമിഷത്തിനും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ലഭിക്കുകയും അങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾക്ക് എവിടെ എത്തണ്ടേ? അവിടെ എത്തിയെന്ന് വിശ്വസിക്ക. നിങ്ങളുടെ കുഞ്ഞിന് എന്താ അനുഗ്രഹം വേണ്ടത്? അത് കിട്ടിയെന്ന് വിശ്വസിച്ച് കർത്താവിനെ ആരാധിക്ക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് ഇടയ്ക്കാണ് നിർത്തിപ്പോയി, മുഴുവൻ പറഞ്ഞില്ല. എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറാ. പാവം കേൾക്കുന്നുണ്ടാവും, കുഴപ്പമില്ല ടീച്ചർ, നല്ല കാര്യം പറയാൻ പോകുന്നത്. ടീച്ചർ ഒറ്റ മോനേ ഉള്ളൂ. എനിക്കിന്ന് ബാക്കി 2-3 പെൺകുട്ടികളാണ്. ഇവൻ കല്യാണം കഴിച്ച് ഓസ്ട്രേലിയക്ക് കണ്ടുപോയി. 5-8 വർഷമായി ഒരു ഫോൺ കോൾ ഇല്ല അമ്മയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ. 3 പെൺകുട്ടികൾക്കിടയ്ക്ക് ഒരാൺകുട്ടി വന്ന അവന് കൊടുത്ത സ്നേഹം. അമ്മമാർ പറയാം, നിങ്ങളെ ഞാൻ നോക്കുന്നില്ല, പുരുഷന്മാരെ നോക്കുന്നില്ല, സ്ത്രീകളെ മാത്രം നോക്കി ചോദിക്കുക, നിങ്ങൾ ആ ആൺകൊച്ചിനെ എങ്ങനെ വളർത്തുക? രാജകുമാരനായിട്ട് വളർത്തും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക. ഭർത്താവിനേക്കാളും കൂടുതലും ആ കൊച്ചിനെ നിങ്ങൾ സ്നേഹിക്കും. ഭർത്താവിനേക്കാൾ. ചേട്ടായിമാർക്ക് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പച്ചനും അതെ, ഈ ചേട്ടായിക്കും അതെ. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവന. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന മകൻ വിദേശത്ത് പോയിട്ട് 5-6-8 കൊല്ലമായിട്ട് മിണ്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. 13 ദിവസം നൊവേനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവര്. എന്നോട് എന്തും വന്ന് പറയുക, 5-6 കൊല്ലമായിട്ട് വീടുമായിട്ട് ബന്ധമില്ലാത്തവൻ എങ്ങനെ തിരിച്ചു വരുമോ? വിശ്വസിക്കാങ്ങ് വിശ്വസിക്കുക. ഫോണിൻ്റെ വണ്ടിയെ കിടക്കുക. ടീച്ചർ മെസ്സേജ് ഇട്ടിരിക്കുക, മോൻ വന്നു. 1 മാസം ഉണ്ടായിരുന്നു വീട്ടിൽ. ഭയങ്കര സന്തോഷമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാസം ഞാൻ ടീച്ചർ മോൻ വന്നു, വീട്ടിൽ വന്നു കഴിഞ്ഞ് ടീച്ചറെ മോൻ വീട്ടിൽ വന്നു, ടീച്ചർ വിഷമിക്കണ്ട. എന്നെ 2-3 നുള്ളിയിട്ടൊക്കെ ടീച്ചറാ. അതുകൊണ്ട് കർത്താവ് ഒരു പണി കൊടുത്താന്ന് എനിക്ക് തോന്നണേ. പാവം ടീച്ചറാട്ടെ, പാവം നല്ല ടീച്ചറായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞത്, സ്നേഹമായിരുന്നു. എൻ്റെ ടീച്ചേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പള്ളി വരും. അവർക്ക് എന്നെ ഇഷ്ടമാണെന്നറിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഞാൻ ഞെട്ടിപ്പോയി മക്കളെ. സത്യത്തിൽ ഞങ്ങൾ 6 കൊല്ലമായിട്ട് അടച്ചിട്ടിരുന്ന വാതില് ഈ മക്കള്, ഈ ടീച്ചറും മോളും കൂടി വന്നുകൊണ്ടിരുന്നത്. അവരുടെ കണ്ണീര് വീണ് ആ വാതിൽ തുറക്കുകയും അവൻ വീട്ടിലെത്തുകയും അവർക്ക് പ്രയാസമായിരുന്നു. അവർ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയോ, ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പനോടും അമ്മയോടും മല്ലടിച്ച് അവൻ ഏത് ഓസ്ട്രേലിയയിൽ പോയി താമസിച്ചാലും അവൻ്റെ കുടുംബം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. ടീച്ചർ വന്നിട്ട് എഴുതിക്കുന്ന മെസ്സേജാ, അച്ഛാ, they don't have children, please pray that they may have children. ദൈവമക്കളെ, നമ്മുടെ ജീവിതം, ഞാൻ എല്ലാവരോടും കൂടെ, ഞാൻ എന്നോട് സംസാരിക്കാം, നിങ്ങളോടൊന്നുമല്ല. നമ്മൾ അടച്ചു വെച്ച വാതിലുകളിലൂടെ നമ്മളിലേക്ക് ഒഴുകേണ്ട അനുഗ്രഹങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട് മക്കളെ. നമ്മൾ അറിയാതെ അടച്ചു വെച്ച, നമുക്ക് ന്യായം, അവൻ ന്യായം കാണും. അമ്മയ്ക്ക് പെമ്പിളാരോടാണ് ഇഷ്ടമല്ല, വീട്ടിലെല്ലാം പെണ്ണുങ്ങൾക്ക് കൊടുത്തത് ഒരു കൊച്ചിനെ കെട്ടിക്കാനൊക്കെ ഉള്ളതാണ്. അവനവൻ്റെ ന്യായങ്ങളും വാദങ്ങളും ആർഗ്യുമെന്റ്സും ഒക്കെ കാണും. പക്ഷെ നോക്കിയ മക്കളെ, ഇത്രയും വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല അവിടെ. അവൻ ഓസ്ട്രേലിയ, അവൻ്റെ ഭാര്യ വലിയ പുള്ളിയാണ്. അതുകൊണ്ടാണല്ലോ അപ്പൻ്റെ അമ്മയുള്ള ബന്ധം വെട്ടിച്ചത്. പെണ്ണുങ്ങളെ കുറ്റം പറയാമെന്നൊന്നും വിചാരിച്ചില്ല. ചില പെമ്പിള്ളാർ വീട്ടിലോട്ട് വന്നാൽ ചെക്കനെ വെട്ടിയെടുത്തുകൊണ്ട് പോകും. കാരണം ബൈബിൾ വായിക്കുന്ന ഇവള്, ഇനിമേൽ നീ നിന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊന്നായിത്തീരും. അപ്പനും അമ്മയും ഔട്ട്. ഇഷ്ടംപോലെ ചെയ്തു. അതിനൊന്നും നിങ്ങൾ വചനം വായിച്ചിട്ട് എന്നാ കിട്ടുന്നത് വെച്ചാൽ, നമ്മളൊരു അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യണമെങ്കിൽ അത് ഈ പറയുന്ന ഞാനാണേലും
ഞാനൊരു വാതിലടച്ചു വെച്ചാ നമ്മളെ ഞാനൊരു ശുശ്രൂഷ ഒഴിവാക്കി. നിങ്ങൾക്കറിയോ, ഞാൻ പേടിച്ച് ശുശ്രൂഷ ചെയ്യുന്നവനാ. ഒരു ശുശ്രൂഷ ഞാൻ ഒഴിവാക്കിയാലുണ്ടല്ലോ, ഞാൻ കഴിവതും ഒരു ശുശ്രൂഷ എന്നെ വിളിച്ച് പറയുന്ന ശുശ്രൂഷ ഞാൻ ഒഴിവാക്കാറില്ല. കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യാറുണ്ട്. എന്താണെന്നറിയോ, ഞാനൊരു വാതിലടയ്ക്കാൻ പാടില്ല. ഒരു കൃപ ചെയ്യാൻ, ഒരനുഗ്രഹം. ചിലപ്പോൾ അന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരാൾക്ക് ഒരു അനുഗ്രഹം തമ്പുരാൻ വെച്ചിരിക്കുന്നത്. എനിക്കെന്നാ കർത്താവ് ഒരു നന്മ വരാത്തേ? അവർക്കും ഇവർക്കും കൊടുത്ത അനുഗ്രഹങ്ങൾ എന്താ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക? നമ്മൾ ചോദിക്കത്തില്ലേ, ഞാൻ എല്ലാം തെറ്റ് ചെയ്തിട്ടാ അച്ഛാ ഞാനിനി എങ്ങനെ പ്രാർത്ഥി? എന്നോട് മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാനിനി എങ്ങനെ അച്ഛാ പ്രാർത്ഥിക്കണ്ടേ? അച്ഛാ ഇതിൽ കൂടുതൽ ഞാൻ എന്നാ ചെയ്യണം? പറ അച്ഛൻ, പറ, ഞാൻ ചെയ്യാം. ഞാൻ പറയും, ചേട്ടാ നിർത്തി ഒരു 10 സ്വകസ്രായുധാവ് അങ്ങോട്ട് ചൊല്ല, ഒരു നിർത്തി ഒരു 9 വിശ്വാസ പ്രമാണം അങ്ങോട്ട് ചൊല്ല. അവൾ അതിനപ്പുറം തലകുത്തി പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് ചോദിക്കുക, അമ്മയുടെ മകന്, അവരും വിദേശത്താണ്, ബ്ലഡിൽ വൈറ്റ് സെൽസ് ചത്തുപോകുന്ന രോഗം. നമുക്ക് റെഡ് സെൽസും വൈറ്റ് സെൽസും ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. നമുക്കറിയത്തില്ല, പഠിച്ചോ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, അതൊന്നും കൃത്യം പറയാനൊന്നും അറിയത്തില്ല. ഈ അമ്മ ഇന്നലെ പറഞ്ഞതാണ്, കുഞ്ഞു മോൻ്റെ വൈറ്റ് സെൽസ് എല്ലാം ബ്ലഡിൽ. അമ്മ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചു, അതൊരു ക്യാൻസർ. ഇൻഫാക്ട് ഇറ്റ് ഈസ് എ ക്യാൻസർ അല്ലേ? വൈറ്റ് സെൽസോ റെഡ് സെൽസോ ഒക്കെ ഡോക്ടർമാരെല്ലാം ഇരിപ്പുണ്ട്, ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. അമ്മ പറഞ്ഞ ചാവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഈ അമ്മ ഒരൊറ്റ ചോദ്യം, അവന് സുഖപ്പെടാൻ ഞാൻ എന്താണ് വെച്ചാൽ ചെയ്യണ്ടേ? അവൻ സുഖപ്പെടാൻ. ഞാൻ പറഞ്ഞ, അമ്മ ഇന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകൾ തീക്കകത്തിട്ടങ്ങ് ചൊല്ലിക്കോ. ഇന്ന് വരെ കൂടുന്ന കുർബാനകൾ അത് തീക്കകത്ത് വെച്ച് ആ കുർബാനയിൽ അങ്ങോട്ട് കൂടിക്കൊള്ളുക. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല മക്കളെ. ചൊല്ലുമ്പം ഒരു തുള്ളി കണ്ണീരും കൂടെ വേണം. പ്രാർത്ഥിക്കുമ്പോൾ ചങ്കിനകത്തൊരു നൊമ്പരമാണ്. ഇത് മാത്രം മതി നിന്റെ പ്രാർത്ഥനകൾക്ക് ചിറകുകൾ ഉണ്ടാകാൻ, നിന്റെ പ്രാർത്ഥനകൾ അഭിഷേകം പ്രാപിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ പറയുന്ന ഹല്ലേലൂയ പോലും ഉണ്ടല്ലോ, ഇടയ്ക്കൊരു ഇന്റർവെല്ലിന് ഇട്ട് കൊടുക്കുന്ന ഒരു താളമൊന്നും ആണ് നിങ്ങൾ വിചാരിക്കല്ലോ. ഈ ഹല്ലേലൂയ പറയുന്നത് ദൈവം വിജയിക്കുന്നെന്ന്, ദൈവത്തിനൊരു ഹല്ലേലൂയ വിളിക്കുന്നത്. ഒന്ന് പറഞ്ഞ ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇവിടെ അറിയുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇന്ന് അത്ഭുതങ്ങൾ ഇവിടെ നടക്കാൻ പോണേ. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ കാണും വിസ്മയങ്ങള്. ഈ ജൂലൈ മാസം തീരുന്നതിന് മുമ്പ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് മാത്രം എന്താ ഈ ദുരിതം? മനുഷ്യന്റെ ആവലാതിയാ, വേവലാതിയാ. ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും ഇനി പരാതി പറയുന്നവരാകല്ല, പരിഭവം പറയുന്നവരാകല്ല. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കുന്നവരാകണം. നിങ്ങളുടെ തലമുറകളും നിങ്ങളുടെ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ. വെറുതെ പറയുമെന്ന് വിചാരിച്ചേക്കല്ല കേട്ടോ, പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു തരുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഈ വചനം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തകർന്നും തളർന്നും വിഷമിച്ചു ഇരിക്കുന്നവരുണ്ട്. തകർന്നു പോയവന്റെ പേരല്ല ദൈവം, തളർന്നു പോയവന്റെ പേരല്ല ദൈവം, വീണുപോയവന്റെ പേരല്ല ദൈവം, പരാജയപ്പെട്ടവന്റെ പേരല്ല ദൈവം. നിന്റെ ദൈവത്തിന്റെ പേരാണ്. അതല്ലെങ്കിൽ നീയും അങ്ങനെ ആയി തീരില്ല. ഹല്ലേലൂയ. വലുതേനെ നിർത്തി ഹല്ലേലൂയ. ഉറപ്പിക്കും മക്കളെ ജീവിതമൊക്കെ. കണ്ണുയർത്തി നോക്ക്, ശിരസ്സുയർത്തി നോക്ക്. ദൈവത്തിന്റെ കണ്ണ് നനയുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരാധനയുടെ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ കണ്ണൊന്ന് നനഞ്ഞൊഴുകുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കണ്ണ് നനഞ്ഞൊഴുകുന്നെന്നാ. ആരാധനയുടെ ഏതെങ്കിലും നിമിഷത്തിൽ എല്ലാ യേശുവേ എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവന്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. മക്കളെ, എൻ്റെ ഒരു ബോധ്യം ഞാൻ പറയണേ, മോളിലത്തെ റിഫ്ലക്ഷനാ താഴത്തെ പ്രാർത്ഥന. ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എന്താണെന്നറിയോ? അനുഗ്രഹമില്ല. മരം പോലെ വന്നിരിക്കത്തില്ലേ, കരിങ്കല്ല് പോലെ ഫീൽ ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നേ. മോളിൽ നിന്ന് മഴ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ചൂട് പിടിക്കാത്തത്. മോളിലത്തെ സൂര്യന്റെ പ്രകാശം അടിച്ചു തുടങ്ങിയിട്ടില്ല. ചില മനുഷ്യരൊക്കെ ഉണ്ട്, നിന്ന് തുള്ളിച്ചാടാൻ തുടങ്ങും. കൈകൊട്ടി പാടാൻ തുടങ്ങുമ്പോൾ നൃത്തം ആരംഭിക്കുക. അവരിങ്ങനെ കയ്യൊക്കെ പൊക്കെ പിടിച്ച് വലിയ സന്തോഷത്തിലാണ്. എന്തെന്നറിയോ? ഇവിടുന്ന് നല്ല ഇത് തുടങ്ങുന്നത്, ഇത് അവിടുന്ന് തുടങ്ങുന്നത്, അവിടുന്ന് കിട്ടുന്ന ഗിഫ്റ്റാണ്. ദൈവത്തിന്റെ മുമ്പിൽ പോയിരിക്കുക. ഞാൻ പറയില്ലേ, ആരാധന ചാപ്പലുണ്ട് വിമലേരിയിൽ, അവിടെ വന്നിരിക്കണമെങ്കിൽ കർത്താവ് എന്നെ പാതിരേക്കൊക്കെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് പോകാം. പുണ്യം പറയുന്നൊന്നുമല്ല കേട്ടോ. ചിലപ്പോൾ രാത്രി കൊണ്ട് അവിടെ നിന്ന് ഇരുത്തും. ദൈവം സ്നേഹിക്കുന്ന മക്കളെ, ദൈവം സ്നേഹിക്കുന്ന. ഹല്ലേലൂയ. ഞാൻ പണ്ടൊരിക്കലും ഇങ്ങനെ ഒന്ന് പറഞ്ഞു,
രാത്രിയിൽ ഉണരുമ്പം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ഒരു മകള് പറഞ്ഞ സാക്ഷിയുണ്ട്. ഒരു ദിവസം രാത്രിയിൽ കിടന്നിട്ട് ഈ പെണ്ണിന് ഉറക്കം പറ്റുന്നില്ല. അവള് വിദേശത്താണ്, അവളുടെ ഭർത്താവും വിദേശത്താണ്. രാത്രിയിൽ എഴുന്നേറ്റു ഉറക്കമൊന്നുമില്ല. അന്നേരത്തെ ആ ദിവസത്തെ ടോക്കൻ എനിക്ക് കണ്ട പറഞ്ഞത്, നിങ്ങൾ രാത്രിയിൽ എഴുന്നേക്കുന്നത് ചുമ്മാ തിരിച്ചു പറഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. രാത്രിയിൽ ഉണരുന്നുണ്ടെങ്കിൽ അത് മാലാഖ ഉണർത്തിയത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ക്യാൻ യു ബിലീവ് മക്കളെ? ആ പെൺകുട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗൾഫിലെ വേറൊരു രാജ്യത്തിൽ ഇവളുടെ ഭർത്താവ് അറ്റാക്കായിട്ട് വീണ് കിടക്കുക. നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ? അത് എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ സാക്ഷ്യമായത്. അതിന് 2 ദിവസം മുമ്പ് ഈ എന്താ പറയുന്നത്, അഭിഷേക വയസ്സുകൾ രാവിലെ യൂട്യൂബിൽ കുഞ്ഞ് ശുശ്രൂഷയുണ്ടല്ലോ, 5 മിനിറ്റ്, അതിനകത്ത് പരിശുദ്ധാത്മാവ് വായിപ്പിച്ചൊരു വാക്യമായത്. രാത്രിയിൽ ഉണരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തുന്നതാണ്. 118 10 മാസം സങ്കീർത്തനത്തിലല്ലേ പറയണേ? അത് വേണേ എടുത്ത് നോക്കി. രാത്രിയിൽ ഞാൻ ഉണരുക പ്രാർത്ഥിക്കാൻ. അവൾ ആ സമയത്ത് ഭർത്താവ് അവിടെ മുറിയിൽ ഒറ്റയ്ക്കാന്ന് നോക്കണം. ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന മനുഷ്യൻ അവിടെ അറ്റാക്കായിട്ട് വീണ് കിടക്കുക. പെട്ടെന്ന് എങ്ങനെയോ അയാൾ എഴുന്നേറ്റു, മുട്ടി വിളിച്ചു. കൂട്ടുകാരെല്ലാം കൂടെ കൊണ്ട് അവനെ ആശുപത്രിയിൽ എത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാവും പകലും, രാപകൽ. രാത്രി പ്രാർത്ഥിക്കണോ എന്ന് ചോദ്യം ഉത്തരം കിടക്കുക ഇവിടെ. അങ്ങയുടെ ദാസം നിലവിളിക്കുമ്പോൾ രാപകൽ അങ്ങയുടെ കടാക്ഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നുകൂട്ട, നീയാണ് ദൈവത്തിന്, പൗലോസിലെ ലേഖനം പറഞ്ഞു വരും പിന്നീട്, ദൈവത്തിന്റെ ആലയം നീയാ, പരിശുദ്ധാത്മാവിന്റെ ആലയം നീയാ. നിന്റെ ചങ്കൊന്നു നീറുമ്പോ, രാത്രിയുടെ യാമത്തിൽ നീ യേശുവേ നോക്കുമ്പോ ദൈവത്തിന്റെ കടാക്ഷം നിന്റെ മേലുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ ദാസനും വായിച്ചേ, അങ്ങയുടെ ജനവുമായി ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. നോക്കിയ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒഴുക്കിന്റെ വരെ പ്രാർത്ഥന. ഈ ശുശ്രൂഷയിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒഴുക്ക പൊന്നുമക്കളെ. മാലാഖമാരും ഇതാ വിശുദ്ധരുമൊക്കെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് കാരിസ് ഭവനിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃപയുടെ നദിയാണ്, ഇത് അഭിഷേകത്തിന്റെ നദിയാണ്. ദൈവത്തിന്റെ നഗരത്തെ നനയ്ക്കുന്ന ഒരു നദിയുണ്ട്.